Hi students, good morning. I am Shabir, your basic science teacher. Today we are discussing 7th standard basic science. In part 1, there are 5 units. First one is reaping gold from soil. മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാം. Second one is wonders of visible light. ദൃശ്യപ്രകാശത്തിൻ്റെ അത്ഭുതങ്ങൾ. Third one is acids and alkalis. ആസിഡും ആൽക്കലിയും. Fourth one is through the alimentary canal. And the last one is when current flows. Today we are discussing the first chapter, reaping gold from soil. Are you ready? Okay, take your basic science part 1 textbook, page number 7. On the top of that page there is a picture of a vegetable garden. Can you see? Yes. There is a child, Babu, say something to you. Listen to what Babu said. ബാബു എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. A pumpkin vine that sprouted on its own in the backyard of the kitchen was ready to spread. I made a furrow around it, manured and watered it. It grew well, but yielded only 2 or 3 pumpkins. A pumpkin vine, ഒരു മത്തൻ വള്ളി, that sprouted on its own in the backyard of the kitchen. അടുക്കളയുടെ പിന്നാമ്പുറത്തുള്ള മുറ്റത്ത് അതെന്ത് ചെയ്തു? സ്വയം വളർന്നു വന്നു. was ready to spread. ഇപ്പോൾ അത് അവിടെ വ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. I made a furrow around it. ഞാൻ അതിനെന്ത് ചെയ്തു? ചുറ്റും തടമൊക്കെ ഒരുക്കി കൊടുത്തു. മാനുവേർഡ്, അതിന് വളം ചെയ്തു. ആൻഡ് വാട്ടേഡ് ഇറ്റ്, അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇറ്റ് ഗ്രോ വെൽ, അത് വളരെ നന്നായി വളർന്നു. ബട്ട് yielded ഓൺലി 2 or 3 pumpkins. പക്ഷേ അത് 2 or 3 മത്തൻ മാത്രമേ എനിക്ക് വിളവ് നൽകിയുള്ളൂ. ഓക്കെ, ബാബുവിൻ്റെ ഒരു സങ്കടമാണ് നമ്മുടെ മുമ്പിൽ ബാബു ബോധിപ്പിച്ചിട്ടുള്ളത്. ഇനി പറയൂ, വൈ ദ പ്ലാന്റ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്. എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ് കൂടുതൽ വിളവ് നൽകാതിരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓക്കെ, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ടു ഗെറ്റ് മോർ ഈൽഡ്. കൂടുതൽ വിളവ് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ടു ഗെറ്റ് മോർ ഈൽഡ്? ഫസ്റ്റ് വൺ ഈസ് ഫെർട്ടൈൽ സോയിൽ. വളക്കൂറുള്ള മണ്ണ് ആയിരിക്കണം, ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം. ദെൻ ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. ഓരോ പ്ലാന്റിനും ഓരോ കാലാവസ്ഥയാണ്. അപ്പോൾ ഏത് പ്ലാന്റാണോ നമ്മൾ നടുന്നത് അതിനനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം ഉണ്ടാവേണ്ടത്. തേർഡ് വൺ ഈസ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. നമ്മൾ നടുന്ന വിത്തുകളും നമ്മൾ നടുന്ന ചെടികളുമൊക്കെ ഗുണമേന്മയുള്ളവയായിരിക്കണം. ദെൻ മറ്റൊന്നാണ് പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം നമ്മൾ നടത്തണം. ദെൻ പ്രോപ്പർ ഇറിഗേഷൻ, ആവശ്യമായ അളവിൽ വെള്ളം, ജലലഭ്യത അവിടെ ഉണ്ടായിരിക്കണം. ദെൻ നർച്ചറിങ്, അതിനാവശ്യമായ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ശ്രദ്ധിക്കണം. ദെൻ വീഡ് കൺട്രോൾ, കള നിയന്ത്രണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഈൽഡ് ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, പെസ്റ്റ് കൺട്രോൾ, പ്രോപ്പർ ഇറിഗേഷൻ,
nurturing, weed control. Then why the plant pumpkin did not produce more fruit? ബാബുവിൻ്റെ പംകിൻ പ്ലാന്റ് എന്തുകൊണ്ടാണ് കൂടുതൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാതിരുന്നത് എന്നിപ്പോൾ പറയാമല്ലോ. യെസ്, ദാറ്റ് പംകിൻ വൈൻ ഈസ് ഗ്രോൺ വെൽ. ആ മത്തൻ വള്ളി വളരെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. സോ ഇറ്റ് ഗോട്ട് ഇനഫ് വാട്ടർ, മാന്യൂർ, നർച്ചറിങ് എക്സ്ട്രാ. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ വെള്ളം, വളം, മണ്ണ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ബട്ട് ദ പംകിൻ വൈൻ ഈസ് സ്പ്രൗട്ടഡ് ഇറ്റ്സ് ഓൺ ഇൻ ദ ബാക്ക് യാർഡ്. പക്ഷേ ആ മത്തം വള്ളി അടുക്കളയുടെ പിന്നിലുള്ള ഭാഗത്ത് സ്വയം പൊട്ടി മുളച്ചിട്ടുള്ളതാണ്, സ്വയം ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഹെൻസ് വി കാണ്ട് എൻഷുർ, അതുകൊണ്ട് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല ദ ക്വാളിറ്റി ഓഫ് ദി സീഡ്. ആ മത്തൻ വിത്തിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ എത്രയോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. ദാറ്റ് മേ ബി ദ റീസൺ. അതായിരിക്കാം പ്രോപ്പർ ഈൽഡ് ലഭിക്കാതിരിക്കാനുള്ള കാരണം. ശരിയല്ലേ? വെള്ളം കിട്ടിയിട്ടുണ്ട്, മാന്യൂറിങ് കിട്ടിയിട്ടുണ്ട്, നർച്ചറിങ് കിട്ടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ സീഡിൻ്റെ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദാറ്റ് മേ ബി ദ റീസൺ. ഓക്കെ, ഐ തിങ്ക് all of you understand. Then what are the factors to be considered while selecting seeds for cultivation? നമ്മളൊരു കൃഷിക്ക് വേണ്ടി നമ്മൾ വിത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കൃഷിക്കായി വിത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ, വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഫാക്ടേഴ്സ്, എന്തെല്ലാം ഘടകങ്ങൾ നാം കൺസിഡർ ചെയ്യണം? What are the factors to be considered while selecting seeds for cultivation? അതുപോലെ തന്നെ what are the factors to be considered while selecting a plant for collecting seeds? സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ പ്ലാന്റിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ what are the factors to be considered while selecting fruits for seeds from a plant? വിത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരത്തെ സെലക്ട് ചെയ്തു, ആ മരത്തിലുള്ള ഏത് തരം ഫ്രൂട്ടുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ ഏതുതരം മരത്തെയാണ് പരിഗണിക്കേണ്ടത്, ഏതുതരം വിത്തുകളെയാണ് പരിഗണിക്കേണ്ടത്, ഏതുതരം പഴങ്ങളെയാണ് പരിഗണിക്കേണ്ടത്? ഈ 3 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്, സീഡ് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. ദെൻ പ്രൊഡക്റ്റീവ് പ്ലാന്റ് ആയിരിക്കണം, കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കണം, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കണം. ദെൻ ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. ദെൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ട് ആവട്ടെ, ഫ്രൂട്ട്സ് ദാറ്റ് ഫ്രം ദ മിഡ് സ്പാൻ, ആ പ്ലാന്റിൻ്റെ മിഡ് സ്പാനിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടുകളാണ് ഏറ്റവും നല്ലത്. ആ പ്ലാന്റ് വളർന്നു വന്ന് തുടക്കത്തിൽ നൽകുന്ന ഫ്രൂട്ടുകളല്ല, അവസാനത്തിൽ, അതിൻ്റെ അവസാന കാലത്ത് നൽകുന്ന ഫ്രൂട്ടുകളല്ല, മധ്യകാലത്ത് നൽകുന്ന ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ലത്. ഫ്രൂട്ട്സ് ദാറ്റ് ഫ്രം ദി മിഡ് സ്പാൻ. ദെൻ ദാറ്റ് ഫ്രൂട്ട് മസ്റ്റ് ബി ഡിസീസ് ഫ്രീ. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ട് ഡിസീസ് ഫ്രീ ആയിരിക്കണം, രോഗങ്ങളില്ലാത്ത ഫ്രൂട്ടുകളായിരിക്കണം. And the third one is the fruit must be matured. ഫ്രൂട്ട് മെച്ചുവേർഡ് ഫ്രൂട്ട് ആയിരിക്കണം, അതായത് മൂത്ത് പാകമായ ഫ്രൂട്ട് ആയിരിക്കണം. ഇളയ ഫ്രൂട്ട് ആവരുത്, മൂത്ത് പാകമായ ഫ്രൂട്ടായിരിക്കണം. ദെൻ സീഡ്, ഡിസീസ് ഫ്രീ സീഡായിരിക്കണം. ഹാവ് ഇനഫ് വെയ്റ്റ്, ആവശ്യമായ അളവിലുള്ള വെയ്റ്റ്, ഭാരം ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ് പ്ലാന്റ് ആയിരിക്കണം. ആ പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട് മിഡ് സ്പാനിലുള്ള ഫ്രൂട്ടായിരിക്കണം, ഡിസീസ് ഫ്രീ ഫ്രൂട്ടായിരിക്കണം, മെച്ചുവേർഡ് ഫ്രൂട്ടായിരിക്കണം. അത്തരം ഫ്രൂട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സീഡ് ഡിസീസ് ഫ്രീ ആയിരിക്കണം. ആൻഡ് ഹാവ് ഇനഫ് വെയ്റ്റ്, അതിനാവശ്യമായ ഭാരം ഉണ്ടായിരിക്കണം.
ഇത്രയും കാര്യങ്ങളാണ് സീഡ് കളക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.